ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന നമ്മൾ വീട് വയറിങ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പൈപ്പുകളാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ജംഗ്ഷനുകൾ ഉപയോഗിക്കണം, നമുക്ക് എത്ര പൈപ്പുകൾ ഡി ബിയിലേക്ക് കൊണ്ടുപോകണം എന്നാൽ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത് ഡി ബി എവിടെയാണ് വയ്ക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് എവിടെയാണെന്ന് വയ്ക്കുന്നത് തീരുമാനിക്കുക. അവിടെ നിന്ന് സെപ്പറേറ്റ് പൈപ്പുകൾ തന്നെ ഓരോ റൂമുകളിലേക്കും കാര്യങ്ങളിലേക്കും കൊണ്ടുവരിക. അതങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറ് എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമുണ്ടായി ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ പൈപ്പിലൂടെ വലിച്ചാൽ ചൂടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ചൂടായി കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട്, അതുപോലെ തന്നെ ബേണിംഗ് സിസ്റ്റം, നല്ല വയറുകളെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കും ബേണായിട്ട്, അതായത് കത്തി പിടിക്കാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാക്സിമം നമുക്ക് ഒഴിവാക്കണമെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇൻഡക്ഷൻ ഹൈ ആയിട്ട് നന്നായിട്ട് ഒരു പൈപ്പിലൂടെ വയറിൻ്റെ എണ്ണം കൂടുതലായിട്ട് നമ്മൾ തിക്കി വലിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും, അതായത് ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാകും. ഇൻഡക്ഷൻ കറണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇൻഡക്ഷൻ വന്നതിന് ശേഷം നമ്മുടെ ന്യൂട്രൽ കറണ്ട്, അതുപോലെ ന്യൂട്രൽ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാൽ ന്യൂട്രൽ സപ്ലൈ വരുന്ന ചെറുതായിട്ട് ടെസ്റ്റ് ഊത്തിയെ കാണിക്കുന്ന രീതി മാസ്റ്ററിൽ, അതുപോലെ തന്നെ ഇൻവെർട്ടർ സിസ്റ്റം ആണെങ്കിലും ഓഫ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താലും നമുക്ക് ഫേസിൽ ലീഡ് വയറിൽ നിന്ന് ജസ്റ്റ് ടെസ്റ്റ് കുത്തിയാൽ തെളിയുന്ന ഒരവസ്ഥ, ഇതെല്ലാം ഉണ്ടാകുന്നത് ഡയറക്റ്റായിട്ട് നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് വലിക്കുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട പൈപ്പാണ് ഞാൻ ജസ്റ്റ് ഈ കാണിക്കുന്നത്. 20 mm പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ISI പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ISI പൈപ്പ് നമ്മൾ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. നോർമൽ ISI അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മീഡിയം ISI ഉപയോഗിച്ചാലും പ്രശ്നങ്ങളില്ല. കാരണം കൺസീൽഡ് ചെയ്ത് ഭിത്തിയുടെ അകത്ത് പോകുന്നതുകൊണ്ട് പിന്നീട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ISI തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഏറ്റവും നല്ലത് ISI നല്ലതായിട്ട് ഉപയോഗിക്കേണ്ടത് നമ്മുടെ വാർക്കയുടെ ഉള്ളിലാണ് നമ്മൾ ISI ഉപയോഗിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം, നമ്മൾ വാർക്കയുടെ ഉള്ളിലൂടെ ഏറ്റവും ടോപ്പിൻ്റെ റൂഫിൻ്റെ ചെയ്യുന്നതിൻ്റെ മുകളിലൂടെ നമ്മൾ കൺസീൽ ചെയ്ത പൈപ്പ് കൊണ്ടുപോയി അതിലൂടെ സർക്യൂട്ട് വലിക്കുന്നത് വയറ് ലെങ്ത് ആയിരിക്കും. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ അത് ഡ്രസ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ വയർ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ആ സീലിങ്ങിൽ കൂടെ പോയിരിക്കുന്ന വയറുകൾ കംപ്ലീറ്റ് ചൂടാവുന്നൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം വയറുകൾ വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന രീതിയിൽ പൈപ്പ് ക്ലിയർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ജംഗ്ഷനുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ഇതുപോലെയുള്ള 4x4, അതായത് PVC ബോക്സുകൾ 4x4, 6x4 PVC ബോക്സുകൾ വെച്ച് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. കാരണം പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ വയർ വലിക്കേണ്ടയോ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ജംഗ്ഷൻ ഉപയോഗിച്ചാൽ ജംഗ്ഷൻ നമ്മൾ പ്ലാസ്റ്റ് ചെയ്ത് കളയും. പിന്നെ ജംഗ്ഷൻ കണ്ടെത്തുന്ന സമയത്ത് നമ്മൾ ജംഗ്ഷൻ തുറക്കണമെങ്കിൽ നമ്മൾ ഭിത്തി പൊട്ടിച്ചാൽ മാത്രമേ ജംഗ്ഷൻ ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് 4x4. ഈ 4x4 വെക്കേണ്ട സ്ഥലത്ത് നമ്മൾ ട്യൂബാണോ ഏതാണോ ഫാൻ്റെ ഓപ്ഷനാണോ ഏതൊക്കെയാണോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ 4x4 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ജംഗ്ഷനുമായി നമുക്ക് അവിടെ തന്നെ നീറ്റായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തുറക്കുന്ന സമയത്ത് ഉപയോഗിക്കാനും പറ്റും. പിന്നെ അതുപോലെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ റൂമിലേക്ക് വന്നിരിക്കുന്ന സെപ്പറേറ്റ് സർക്യൂട്ടാണ്. 20 mm 25 mm 1 ഇഞ്ച് പൈപ്പാണ് ഈ റൂമിലേക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെ സെപ്പറേറ്റ് പൈപ്പുകൾ നമ്മൾ റൂമിലേക്ക്, കിച്ചണിലേക്ക്, അതുപോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതെല്ലാം കൊണ്ടുപോയി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒരു കാര്യം പറയാം, ഒരു 3 ഫേസ് DBയിൽ ഏറ്റവും കുറഞ്ഞത് മിനിമം ഒരു 13 പൈപ്പെങ്കിലും അല്ലെങ്കിൽ ഒരു 12-13 പൈപ്പെങ്കിലും ഏറ്റവും കുറഞ്ഞത് വരും ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. അതായത് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഉൾപ്പെടെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 13 പൈപ്പെങ്കിലും ഓൾറെഡി ഉണ്ടാവും. അതായത് മീറ്റർ ബോക്സിലേക്ക് പോകുന്നത് ഉൾപ്പെടെ അത്രയും ഏകദേശം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സിംഗിൾ ഫേസ് ആണെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഈ രീതിയിൽ ഒരു 1200 സ്ക്വയർ ഫീറ്റുള്ള വീടാണ് മിനിമം ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 2 സൈഡുകളിലേക്കും പൈപ്പുകളെല്ലാം കറക്റ്റ് ചെയ്ത് 25 mm അടിച്ച് ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 8 പൈപ്പെങ്കിലും നമുക്ക് ഓൾറെഡി നമ്മുടെ DBയിലേക്ക് ഉണ്ടാവും. അത് ഭാവിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും. പൈപ്പ് ഒരുപാടാണെന്നുള്ളൊരു തോന്നൽ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയർ വളരെ ഫ്രീ ആയിട്ട് പോകാനും അതുപോലെ തന്നെ മാക്സിമം കംപ്ലൈൻറ്റ് കുറയ്ക്കാനും ട്രിപ്പിംഗ് കുറയ്ക്കാനും എല്ലാം ഇത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.